ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കേരളത്തിൽ വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് എത്തുന്ന ദിവസം തന്നെ മോദിയെയും കൂട്ടാളികളെയും വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് മോദിയെയും കൂട്ടാളികളെയും എന്ന് പറയുമ്പോൾ അദാനി അംബാനിമാരെല്ലാവരുമാണ് മോദിയുടെ കൂട്ടാളികളെന്ന് പ്രതിപക്ഷ നേതാവായ രാജ്യസഭാ അധ്യക്ഷനായ, കൃത്യമായി പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന മുഖമായ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പാർലമെൻറ്റിൽ ഉയർത്തിയിരുന്നു. ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ട പല കാര്യങ്ങളുമാണ്. നരേന്ദ്രമോദിയോട് കൂട്ടുകൂടുന്നതും അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ചങ്ങാത്തമുള്ളതും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളോടാണെന്നുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ നാളുകളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ്റായ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പാവങ്ങളോടും ഇന്ത്യയിലെ സാധാരണ ന്യൂനപക്ഷങ്ങളോടും ജനങ്ങളോടും കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഓരോ ഘട്ടത്തിലും ആരോപണങ്ങളും മറ്റും ഉയർന്നിരുന്നു. ഇതിന് തെളിവ് കൊണ്ടുവരുന്ന പല വിവരങ്ങളും പുറത്തു വരികയും ചെയ്തു. ഇതിനിടയിലാണ് വയനാട്ടിലെ വലിയ ദുരന്തം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ആ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്നാണ് വയനാട്ടിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെളിപ്പെടുത്തൽ ഉടനെന്ന് ഹിൻഡൽബർഗ് എന്ന ഏജൻസി ഒരു വിവരം വിടുന്നു. അതായത് എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ആരാണ് ഹിൻഡൽബർഗ്? അദാനിക്കെതിരായ ഹിൻഡൽബർഗിൻ്റെ വലിയ തോതിലുള്ള ഒരു റിപ്പോർട്ട് വലിയ വിവാദമായിരുന്നു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡൽബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ട്. അത് 2023 ജനുവരി 24 ഈ ഹിൻഡൽബർഗ് അദാനി ഗ്രൂപ്പിൽ അടിമുടി തട്ടിപ്പാണെന്ന റിപ്പോർട്ടുമായിട്ട് ഹിൻഡൽബർഗ് രംഗത്തെത്തിയത്. 2023 ജനുവരി 24 ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ആ സമയത്ത് അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൽബർഗ് റിസർച്ച് എന്ന വിഭാഗമാണ് കൃത്യമായിട്ട് അദാനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇവിടെ കേന്ദ്ര നേതൃത്വം, മോദി ഗവൺമെൻറ്റും എല്ലാ രീതിയിലും അമിത്ഷാ എല്ലാവരും ചേർന്ന് അദാനിയെയും അംബാനിയെയും വലിയ തോതിൽ വളർത്തിക്കൊണ്ട് അവരെ വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഈ അമേരിക്കൻ ഓഹരി വിപണിയിലെ റിസർച്ച് സ്ഥാപനമായ ഹിൻഡൽബർഗ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഹിൻഡൽബർഗ് അദാനിക്കെതിരെ ഗുരുതരം ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് വലിയ തോതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും എല്ലാം കളമൊരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തും ആഗോളതലത്തിൽ തന്നെ ഈ റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയാവുകയും മറ്റും ചെയ്തിരുന്നു. ഓഹരി വില പെരുപ്പിക്കാനായിട്ട് ലക്ഷ്യമിട്ട് വർഷങ്ങളായി അദാനി ഗ്രൂപ്പ് കൃത്രിമത്വങ്ങളും ദുഷ്പ്രവൃത്തികളും നടത്തിയെന്നായിരുന്നു അന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് പാർലമെൻറ്റിൽ ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമാവുകയും സംഭവത്തിൽ അന്വേഷണം നടത്താൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അതായത് ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ആരോപണമായിരുന്നു ഓഹരി മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ അദാനി ഗ്രൂപ്പിനെതിരെ ഉണ്ടായ ഈ ഒരു റിപ്പോർട്ട്. ഹിൻഡൽബർഗ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കൃത്രിമത്വവും അക്കൗണ്ടിംഗ് തട്ടിപ്പുകളും നടത്തിയെന്ന് ആരോപിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ കമ്പനിയുടെ 1,11,000 കോടി ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞിരുന്നു എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നവരും അതുമായി ഇടപാട് നടത്തുന്നവർ വലിയ തോതിൽ അദാനി ഗ്രൂപ്പുകളിൽ നിന്ന്, അദാനി ഓഹരികളിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായതോടുകൂടി വലിയ കോടികളുടെ നഷ്ടമാണ് അന്നുണ്ടായത്. 2023 തുടക്കത്തിൽ, അതായത് കഴിഞ്ഞ വർഷത്തിലെ തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്നനായി മാറിയ അദാനി ഹിൻഡൽബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് ആദ്യത്തെ 20 പേരുടെ പട്ടികയിൽ നിന്നും പുറത്തായി. അതായത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനമായിരുന്നു. ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ 2ാം സ്ഥാനമായിരുന്നു അദാനിക്കുണ്ടായിരുന്നത്. ഈ ഹിൻഡൽബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആദ്യത്തെ ലോകത്തെ പട്ടികയിൽ നിന്ന് 20ാം സ്ഥാനത്ത് നിന്നും താഴെ പോകുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ പട്ടികയിൽ നിന്ന് പുറത്തായതോടുകൂടി വലിയ അന്താരാഷ്ട്ര ഫോബ്സ് മാഗസിൻ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ സംഭവത്തെ കൊണ്ടാടുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ ഹിൻഡൽബർഗ് ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇന്ന് പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അദാനിയും സംഘവും കൊണ്ടുപിടിച്ച ഓട്ടത്തിലാണ്. അദാനിയെ താങ്ങി നിർത്തിയവരും ഓട്ടത്തിലാണ്. കേന്ദ്ര സർക്കാരും BJP ഗവൺമെൻറ്റും അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വലിയ തോതിൽ വെട്ടിലായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെക്കുറിച്ച് വളരെ
ആശങ്കയോടുകൂടി കലുഷിതമായിട്ട് ചർച്ചകൾ നടത്തി വരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യയെ തന്നെ വിറ്റ് കൊള്ളയടിക്കാൻ തീരുമാനിച്ച ഒരു സംഘത്തിനെതിരെ വരുന്ന റിപ്പോർട്ടിനെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നുള്ള വിരോധാഭാസവുമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇന്ത്യയിലെ ഒരാൾക്കെതിരെ വരുന്ന ആരോപണത്തിൽ ഇന്ത്യക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട, അവരുടെ മനോഗതിയെല്ലാം ഒരേ തരത്തിലാകണ്ടേ എന്ന് ചിന്തിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരും അക്ഷരജ്ഞാനമുള്ള മനുഷ്യരും പൂർണ്ണമായിട്ട് ഇതിനെ എതിർക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഏതായാലും വലിയ തോതിലുള്ള തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞു എന്നതൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പാർലമെന്റിൽ വലിയ പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പുറത്ത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും മറ്റും കളമൊരുക്കുന്നതാണ് BJPയുടെ അടിവേരറക്കുന്ന ഒരു റിപ്പോർട്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം അടിവേരറുത്ത് കളയും. കാരണം അദാനിയുമായുള്ള ആ ബന്ധത്തെ തകർത്ത് തരിപ്പണമാകുന്ന റിപ്പോർട്ട്, അല്ലെങ്കിൽ അദാനിയെ തന്നെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് BJP എത്തുന്ന ഒരു കാഴ്ചയാണ് വരാൻ പോകുന്നതെന്നാണ് ഈ മേഖലയിലെ സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത്.